ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയിംസ് ആണ്. ജെയിംസ് ഒന്ന് വെറൈറ്റി ആയിട്ട് പറഞ്ഞൂടെ എന്ന് രണ്ടാൾ ചോദിച്ചിരുന്നു. ഇതിനേക്കാൾ വെറൈറ്റി ആയിട്ട് എങ്ങനെ പറഞ്ഞു എനിക്കില്ല. ജാംസ് എനിവേ, പറയാനൊരു 4-5 അപ്ഡേറ്റുകളാണ്. ഷടബഡേ എന്ന് പറയാൻ ശ്രമിക്കാം. കുഞ്ഞിലെ കുത്തിയതല്ല, നമ്മുടെ ദിലീപേട്ടന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരാനിരിക്കുന്ന ഭ ഭ ഭ ഭയം ഭക്തി ബഹുമാനം എന്ന് പറയുന്ന സിനിമയില് മോഹൻലാൽ മെഗാ സ്റ്റാർ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടൻ ഉണ്ടോ എന്നൊരു ചോദ്യം ഭയങ്കരമായിട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഫൈനലി അതിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ സിനിമ കോട്ട അതിലാണ്. അത് പറയുന്നത് എങ്ങനെ, മോഹൻലാൽ ഇൻ ഭ ഭ ഭ ദ റൂമേഴ്സ് ഗെറ്റിംഗ് സ്ട്രോങ്ങർ ഡേ ബൈ ഡേ. ഓക്കെ, ഓരോ ദിവസം കൂടുന്തോറും റൂമേഴ്സ് ഭയങ്കരമായിട്ട് നമ്മളും കേട്ടിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് മോഹൻലാൽ ടു ഡു എ cameo in Dileep's Ba Ba Ba. Report says he likely to have 2 weeks schedule എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 വീക്ക് ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കേൾക്കുന്നുണ്ട്. ഇതൊക്കെ എവിടുന്ന് വരുന്ന വാർത്തയാണോ എന്തോ. എന്നോടും കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ട്. ഞാനും ഈ റൂമർ മാത്രമേ കേട്ടുള്ളൂ. ഇതിനെക്കുറിച്ച് ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റുകളും പുറത്ത് വന്നിട്ടില്ല. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയത് മാത്രമാണ്. ഇത് ഇപ്പൊ വന്നിട്ടുള്ള സാധനമാണ്. ഇന്നലെ രാത്രി കണ്ട് വന്നിട്ടുള്ള ഒരു പോസ്റ്റാണ്. ഇത് മാത്രമാണ് ഞാനും കേട്ടില്ല. അല്ല, ഇതിനെക്കുറിച്ച് യാതൊരു കാര്യങ്ങളും വ്യക്തമല്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ റെട്രോ എന്ന് പറയുന്ന സിനിമയിൽ ജോജു ജോർജ് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പുള്ളി ഇപ്പൊ റെട്രോ സിനിമയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. അതായത് റെട്രോ എന്ന് പറയുന്നത് വലിയൊരു സിനിമയാണെന്നാണ് പറയുന്നത്. വമ്പൻ സിനിമ. റെട്രോ വലിയൊരു സിനിമ, അടിപൊളിയായിരിക്കും. അടിപൊളിയായിരിക്കും അല്ലെങ്കിൽ കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. സൂര്യ സാറിനെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്ന ചിത്രമായിരിക്കും റെട്രോ. ജോജു ജോർജ് തന്റെ ഡബ്ബിംഗ് എല്ലാം കഴിഞ്ഞു എന്നും വലിയ സിനിമകളുടെ ഭാഗമാകുമ്പോൾ കൂടുതലൊന്നും പുറത്തു പറയരുതെന്ന് എഴുതി ഒപ്പിടിയിപ്പിക്കുന്നതിനാൽ അത് ഒപ്പിടിയെന്ന് ഉദ്ദേശിച്ചത് എഗ്രിമെന്റ് അതിനാണ്. സിനിമയെ കുറിച്ച് തനിക്ക് കൂടുതലൊന്നും പറയാൻ കഴിയില്ല എന്നും ജോർജ്. ഒന്നും പറയാൻ പറ്റില്ല, പിന്നെ ഇതിന് ഇങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കുന്നത് അല്ല. അപ്പൊ മുമ്പിൽ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ വൻ പടം. ഈ റെട്രോ എന്ന് പറഞ്ഞ സിനിമയിൽ വലിയ പ്രതീക്ഷ ഉണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ പ്രതീക്ഷ? തന്നിട്ടുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിന്റെ വന്നിട്ടുള്ള ഗ്ലിംസ് ഒക്കെ കിടിലൻ സാധനമാണ് എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, കങ്കുവ എന്ന് പറയുന്ന ഒരു സിനിമ പുള്ളിയുടെ അഭിനയ ജീവിതത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ക്ഷതം എന്ന് പറയുന്നത് വലിയ ക്ഷതമാണ്. അതിന്റെ വേദന ഒരു പക്ഷെ പുള്ളിക്ക് മാറിയിട്ടുണ്ടാകും, പക്ഷെ പാട് മാറിയിട്ടില്ല എപ്പോഴും. സോ ആ പാടും കൂടി മാറ്റി കംപ്ലീറ്റ്ലി ഈ ഒരു നടിപ്പിൻ നായകൻ എന്ന് പറയുന്നത് 100% അദ്ദേഹത്തിന് യോജിക്കുന്ന പേരാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. മറ്റ് പല കഥാപാത്രങ്ങളിലൂടെ എന്തിന് ഏറ്റവും ലാസ്റ്റ് വന്നില്ല സൂര്യരായ് പുട്ടൻ എന്ന് പറഞ്ഞ ഒറ്റ സിനിമ എടുത്താൽ മതി. ജയ് ഭീമിലൊക്കെ എന്ത് നല്ല പെർഫോമൻസ് ആണ്. സോ അതിലൊന്നും ഇവിടെ ചർച്ചയൊന്നും ആർക്കും ഇല്ല. പക്ഷെ പുള്ളിക്ക് അത് വീണ്ടെടുക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ശിവണ്ണൻ. അതിന് പണിയോട് നിർഗന്ധല അടിച്ച് പൊള്ളിച്ചിട്ടുണ്ട് ഓർക്കാപ്പുറത്തും. അപ്പൊ അതിന്റെ മുകളിൽ പോകണേ എന്നുള്ളൊരു പ്രാർത്ഥന സ്വാഭാവികമായിട്ടും പുള്ളിന്റെ ഒരു സിനിമ വരുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ റെട്രോ എന്ന് പറഞ്ഞ സിനിമയിലുള്ള പ്രതീക്ഷ കുറച്ചൊന്നുമല്ല. ഓഫ്കോഴ്സ് റെട്രോ എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ ഒരു കാർത്തിക് സുബ്ബരാജ് പടമാണ് എന്നുള്ളതും ഇതിലെ ഒരു പ്രധാന ഘടകമാണ്. ഇനിയിപ്പോൾ അൻവർ റഷീദിന്റെ കൂടെ ഒരു സിനിമ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഉണ്ടെന്ന് ഒഫീഷ്യലി അത് കൺഫേം ആയില്ല, പക്ഷെ എന്നാണ് എങ്ങനെ എന്താണെന്നും അറിയില്ല. ബേസിൽ ജോസഫ് ഒരു പടം ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല, പക്ഷെ ചെയ്യുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഒരു ലൈക്ലി സൂപ്പർ ഹീറോ മൂവി എന്ന രീതിയിലും കേൾക്കുന്നുണ്ട്. വാട്ട് എവർ, പടം വന്നാൽ മതി, നമ്മൾ കാണും. ജനനായകൻ ഈ ഒരു പോസ്റ്റർ എന്താ റിയാക്ട് ചെയ്യാത്തേ എന്നുള്ളായിരുന്നു ചോദ്യം. കാരണം ഇത് ഒഫീഷ്യൽ പോസ്റ്റർ അല്ല, അതുകൊണ്ടാണ് റിയാക്ട് ചെയ്യാൻ വെക്കാതിരുന്നത്. പക്ഷെ നല്ല കിടിലൻ പോസ്റ്ററാണ്. ഇത് ചെയ്തിട്ടുള്ള ആളുടെ പേരെന്താണ്, ജനനായകൻ ഫിലിം അതിന്റെ വേറെ എന്താണ് കൊടുത്തിട്ടുള്ളത്, ഹരി നിതീഷ്. ഐ ഹാവ് പുട്ട് സോ മച്ച് ഓഫ് എഫേർട്ട് ഓൺ ദിസ് പോസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ ഉണ്ട്. അപ്പൊ ഹരി നിതീഷ് അദ്ദേഹമാണ് അത് ചെയ്തിട്ടുള്ളത്. നല്ല കിടിലൻ പോസ്റ്ററാണ്. വോൾ പോസ്റ്റർ ചെയ്യുന്ന പോലെയാണ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഫോട്ടോ, നല്ല രീതിയിൽ തന്നെ ആ കളറും ബാക്ക്ഗ്രൗണ്ടിന്റെ കളറും എന്തിന് എഴുത്തൊക്കെ എന്ത് രസമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരു പക്ഷെ ഇവിടെ എഴുത്ത് ഉപയോഗിക്കാനുള്ള കാരണം എനിക്കൊന്ന് MGR-ആയിട്ട് കണക്ട് ചെയ്തിട്ട് MGR-ന്റെ ഒക്കെ പണ്ടത്തെ സിനിമകളിൽ വരുന്ന രീതിയിലുള്ള പോസ്റ്റർ പോലെ ഫീൽ ചെയ്യുന്നു. വിജയ് എന്ന് കൊടുത്തിട്ടുണ്ട്, ജനനായകൻ എഴുതിയിട്ടുണ്ട്, H വിനോദ്, അനിരുദ്ധ് മ്യൂസിക്കൽ. ഇത് നല്ല രസമാണ് കേട്ടോ. ഒരു ഓൾഡ് സ്റ്റൈൽ പോസ്റ്റർ ആൻഡ് നമ്മുടെ കിടിലൻ ലുക്കിൽ അണ്ണൻ. അല്ല, ഈ സിനിമ ഓഫ്കോഴ്സ് നമുക്കറിയാം ഇത് എന്താണ് ഇവരുടെ ഉദ്ദേശം. ഈ സിനിമയിലൂടെ ഒരു മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഒക്കെ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവൻ തന്നെ മനസ്സിലാക്കി അതിനു വേണ്ടി മാത്രം ഇറക്കുന്ന ഒരു സിനിമ. ആ രീതിയിൽ നമ്മൾ കണ്ടാൽ മതി. സോ അത്ര ഹൈപ്പേ അതിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാൻ എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ റിയാക്ട് ചെയ്തിരുന്നത് അതൊരു ഫാൻ മെയ്ഡ് സാധനമായതുകൊണ്ടാണ്. ഓക്കെ, അടുത്തത് മക്കളെ മാർക്കോ.
15 days 50 ദിവസമായി മാർക്കോ ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടുന്നു എന്നുള്ളത് വലിയൊരു സംഭവമാണ്. ഇപ്പോഴും പല തിയേറ്റേഴ്സിലും ഓടുന്നുണ്ട് മാർക്കോ. അത് ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഗോൾഡൻ കളറിൽ 15 എഴുതിയതിന്റെ ബാക്കിൽ 50 days മാർക്കോ. ഒന്നും പറയാനില്ല, വെൽ ഡിസേർവ്ഡ് എന്നേ പറയാനുള്ളൂ. കാരണം ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന മനുഷ്യൻ ഭയങ്കരമായിട്ട് നല്ല സിനിമകളൊന്നും അങ്ങനെ അധികം വരാതെ എപ്പോഴും നമ്മൾ ഇത് സ്ഥിരം പരിപാടി അല്ലെങ്കിൽ എപ്പോഴും ഒരു ആവറേജ് സാധനങ്ങൾ, എന്താണ് അദ്ദേഹത്തിന് അത്രയും ഫിസിക്കും നമ്മുടെ മലയാളത്തിന്റെ മസിലളി എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്, അങ്ങനത്തെ ഫിസിക്കും കാര്യങ്ങളൊക്കെ ഒരു അടിപൊളിയാണ്. എന്തുകൊണ്ട് നല്ലൊരു ആക്ഷൻ പടം ചെയ്യുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അടക്കുന്ന ആക്ഷനും അല്ല, ആക്ഷന്റെ മൂത്താപ്പാന്റെ അപ്പൻ എന്ന് പറഞ്ഞ രീതിയിൽ ഒരു വയലന്റ് സാധനം, വയലൻസ് അങ്ങോട്ട് നിറഞ്ഞിട്ട് മലയാളത്തിലെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും പീക്ക് ലെവൽ വയലൻസ് കാണിച്ച സിനിമകളിലൊന്നും എന്ന രീതിയിൽ ഒരു സാധനമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് ചോദിക്കണം മതിയോ? നമ്മൾ പറയണം മതിയായില്ല, എന്നാ ബാക്കി കൊണ്ടാ, നമ്മൾ കാത്തിരിക്കുന്നു. ഇനി വരാനുള്ളത് ഗെറ്റ്സ് ഇറ്റ് ബേബിയാണ്. വരട്ടെ. ലാലേട്ടന്റെ 50 days to go എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഒരു ദിവസം മുമ്പ് വന്നിട്ടുള്ള ഒരു സാധനമാണ്. ഞാൻ ഈ പോസ്റ്ററിന്റെ പ്രത്യേകം അറിയില്ല, ഫുൾ റെഡില് ലാലേട്ടന്റെ ഒരു കൈ, നമ്മള് ടീസർ കണ്ട സമയത്തും ഈ ഒരു കൈ അവിടെ കാണിച്ചിട്ടുണ്ട്. ഈ കയ്യിലൊരു മോതിരം കണ്ടില്ല നിങ്ങള്, മറ്റേ ചിറകും പരുന്തും പരിപാടിയൊക്കെ ആയിട്ടൊരു മോതിരം. ഇല്ലുമിനാറ്റി എന്ന രീതിയിൽ കുറെ ആളുകൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. സത്യം പറയാമല്ലോ, ഇല്ലുമിനാറ്റി എന്ന് പറഞ്ഞ സംഭവം എല്ലാരും ഇങ്ങനെ ഇല്ലുമിനാറ്റി പൃഥ്വിരാജ് ഇല്ലുമിനാറ്റി എന്ന് പറഞ്ഞതുകൊണ്ട് അവർ മേക്ക് ചെയ്തൊരു സാധനം തന്നപ്പോ അങ്ങനെ തോന്നാൻ വേണ്ടി ഒരു 8 കളി, അവിടെ കുറെ വല, ഇപ്പുറത്ത് കുറെ സംഭവം, മറ്റേ ത്രികോണം ഉണ്ടല്ലോ ഇല്ലുമിനാറ്റിന്റെ, അത് ഈ കൈ ഇങ്ങനെ വരുന്ന സമയത്തോടെ അങ്ങനെ സൗണ്ട് ആണ്, റൗണ്ട് വരുന്നു, ത്രികോണം വരുന്നു. അത് ചുമ്മാ ചെയ്താണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോടെ സിനിമയിൽ ഇല്ലുമിനാറ്റി ഒരു ഭാഗമാണെന്ന്? മാത്രമല്ല സിനിമയിൽ ഈ ഒരു സാധനം ടീച്ചറിൽ തന്ന പോലെ സിനിമ വരുമ്പോൾ ലാലേട്ടൻ വരുമ്പോ സ്റ്റക്ക് ആവുന്നു, ഒരു വട്ടം വരുന്നു ഇല്ലുമിനാറ്റി, അതിന്റെ ഒരു ത്രികോണം വരുന്നു, ലാലേട്ടൻ ഒരു ഫൈറ്റ് കഴിഞ്ഞ് തിരികെ ഇപ്പുറത്ത് 8 കളി പോകുന്നു, ഇരുട്ടാകുന്നു, വരുന്നു. ഇതൊന്നും ഇല്ല. ഇതൊക്കെ ഇവര് ആ ഒരു ഹൈപ്പിന് വേണ്ടി ചുമ്മാ ചെയ്താണ്. അതിന് കയറി കുറച്ച് ആൾക്കാർ എന്തെങ്കിലും ചെയ്യട്ടെ വെച്ചിട്ട്, അല്ലാതെ ഐ ഡോണ്ട് ബിലീവ് ഇൻ ഇല്ലുമിനാറ്റീസ്. അതുകൊണ്ട് ഇല്ലുമിനാറ്റി ഒന്നും ഇല്ല. പിന്നെ പൃഥ്വിരാജ് ഇല്ലുമിനാറ്റിയാണ്, അത് വേറെ കാര്യം.